ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സരയുൻ്റെ അമ്മനെയാണ്, അതായത് താരയെ. അപ്പോൾ താരയാണെങ്കിൽ അവിടെ എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സരയു ആണെങ്കിൽ ഭയങ്കര കലിതുള്ളി അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ, എന്തെങ്കിലും വിവരങ്ങളെല്ലാം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും അറിഞ്ഞില്ല എന്ന് താര പറയാം. അപ്പോൾ ഇവളെന്താ പറയാൻ പോകുന്നത് താരയ്ക്ക് ഭയങ്കര ടെൻഷനാ. വേറൊന്നുമല്ല, ആ ഗംഗാപ്രസാദിൻ്റെ കൊലയാളിയെ കണ്ടെത്തി. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും താര ഇങ്ങനെ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കണം. അറിയണ്ടേ ആരാണെന്ന്? അതെ, ഈ ഇടയ്ക്ക് പരോളിലിറങ്ങിയില്ലേ ഒരുത്തൻ, മനോഹർ എന്ന് പറഞ്ഞൊരുത്തൻ, അവനാണ് ഗംഗാപ്രസാദിനെ തലക്കിട്ടടിച്ച് കൊന്നത് എന്നിങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് താരാണെങ്കിൽ ആകെ ഞെട്ടിപ്പോയൊരവസ്ഥ നിൽക്കുക. എന്താ, ഞാൻ ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ലേ? അതേന്നേ, ഉള്ള സത്യം തന്നെയാണ് പറഞ്ഞത്. അവനെങ്ങനെയാണ് ഗംഗാപ്രസാദിനെ കൊന്നതെന്നറിയാവോ? അവന് പരോള് കിട്ടി അവസാന നിമിഷം അവൻ ആ കല്യാണപ്പന്തലിൽ കയറിയായിരുന്നു. അവിടെ വെച്ചാ ഗംഗാപ്രസാദിനെ കാണാനായിട്ട് അവനിടയായത്. അപ്പോൾ ഈ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ കാർത്തികയ്ക്കും കാർത്തികയുടെ അമ്മയ്ക്കും കല്യാണിക്കും കിരണിനൊക്കെ ഭീഷണിയായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് മനോഹർ അവൻ്റെ തലക്കിട്ടടിച്ച് കൊന്നത് എന്നാണ് ന്യൂസ് ഇപ്പോൾ പരത്തിക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സരയു പറയാ. ഇത് കേട്ട ഈ താരയ്ക്ക് ഭയങ്കര സന്തോഷവും സമാധാനമൊക്കെ തോന്നുകയാണ്. മനോഹർ അത്രയും നല്ലൊരു കാര്യമാണല്ലോ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് താരയ്ക്ക് സന്തോഷം. പക്ഷേ നമ്മുടെ സരയു ആണെങ്കിൽ ഒട്ടും സന്തോഷമല്ല. കാരണം സരയുനാണെങ്കിൽ അവരെല്ലാം തീർന്നാൽ മതി, കിരണ്ണ മാത്രം തനിക്ക് സ്വന്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. പക്ഷേ എനിക്കിതിലൊരു സന്തോഷമില്ല. ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്ത് കൂട്ടും എന്ന് വിചാരിച്ച് അവൻ്റെ സ്വഭാവത്തിലൊന്നും യാതൊരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അവനെ പഠിച്ച കള്ളൻ, കൂർമ്മ ബുദ്ധിക്കാരൻ. അവനെന്നിട്ട് കിരണിൻ്റെയും കല്യാണിയുടെയൊക്കെ മനസ്സിൽ ഇടം പിടിക്കാനുള്ള തന്ത്രപ്പാടുകളാണ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇനി അവൻ്റെ മുന്നിൽ കൊണ്ട് കാണിക്കണമല്ലോ, അവൻ പറയുന്നതൊക്കെ ഇവർ രണ്ടുപേരും അനുസരിക്കണമല്ലോ, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് അവൻ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെ അവൻ്റെ മുന്നിൽ കാണിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. അതാരെ കൊണ്ടാണെങ്കിലും സമ്മതിക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ അവകാശം എനിക്ക് മാത്രമാണ് എന്ന് നമ്മുടെ സരയു ഇങ്ങനെ സംസാരിച്ചിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. താരയ്ക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ കിരണയാണ്. അപ്പോൾ കിരണാണെങ്കിൽ കല്യാണിയോട് പറയാണ്, കല്യാണി ഇനി ഒരിക്കലും മനോഹറിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പാടില്ലെന്നായിരുന്നു ഞാനെടുത്ത തീരുമാനം. പക്ഷേ അവൻ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ കാണിക്കാതിരിക്കുന്നത് വളരെ മോശമായ കാര്യമല്ലേ കല്യാണി? കേട്ടുകഴിഞ്ഞപ്പോഴേക്കും കല്യാണികൾ തീർച്ചയായിട്ടും കിരണേട്ടാ, അങ്ങനെ നമ്മൾ കുഞ്ഞിനെ കാണിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോകും. കാരണം നമ്മളോടൊരു സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് വല്ലാത്തൊരു മോശമായ കാര്യമല്ലേ കിരണേട്ടാ? അപ്പോൾ നമുക്ക് കുഞ്ഞിനെ എപ്പോഴെങ്കിലും മനോഹറിനെ കൊണ്ട് കാണിക്കണം, അതാണ് വേണ്ടത്. പക്ഷെ എങ്ങനെ സരയുവിൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോകുന്നു മാത്രം അറിയില്ല. എന്തായാലും കൊണ്ടുപോയാൽ മതിയാവുള്ളൂ. അവന് ചെറിയൊരു ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കണം. ഈ ഗംഗാപ്രസാദിനെ കൊല്ലുക എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല. നമുക്കെല്ലാവർക്കും ഭീഷണിയായിട്ട് നടന്നവനാണ് ഗംഗാപ്രസാദ്. അവനെയാണ് മനോഹർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിൽ നിന്ന് ശല്യം അവസാനിപ്പിച്ചത് അവൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ശരിയായിരുന്നെങ്കിൽ ഞാൻ ആ മനോഹറിനെ കാണാനായിട്ട് പോകുമായിരുന്നു. എനിക്കിപ്പോൾ വയ്യല്ലോ കിരണേട്ട എന്ന് പറയുകയാണ്. കല്യാണി എന്തായാലും മനോഹറിനെ കാണണം. മനോഹർ പ്രാവശ്യം കണ്ട് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ചോദിക്കണം. അവനെ ഒരിക്കലും മറക്കാനോ വെറുക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ഒരു സംഭവത്തിൽ ചിലപ്പോൾ സരയു നമ്മളോട് ദേഷ്യപ്പെടുകയും സരയു നമ്മളോട് മിണ്ടാതിരിക്കുകയും ചെയ്യാതിരിക്കാം. പക്ഷേ എന്നാലും ഇപ്പം സരയുവിനേക്കാളും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് മനോഹറിനെ തന്നെയാണ്. അവൻ നമ്മളെ ആരുമല്ല, എന്നിട്ട് പോലും നമുക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളാണ് അവൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അവനിപ്പോൾ ശിക്ഷ കൂടുകയല്ലേ ചെയ്തത്. അവന് ശിക്ഷ ഇളവ് കിട്ടിയിരുന്നെങ്കിൽ അവന് പുറത്തിറങ്ങാമായിരുന്നു, അവൻ്റെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാമായിരുന്നു, അതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ അവൻ നമുക്ക് വേണ്ടി ഈ കൃത്യം ചെയ്തു. അപ്പോൾ അവന് വേണ്ടി ഏത് കാര്യത്തിനും കൂട്ടു നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വിക്രത്തെയാണ്. അപ്പോൾ വിക്രം ആണെങ്കിൽ ഇങ്ങനെ ജയിലിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വേറൊരു ജയിൽ പുള്ളി വന്ന് പറയണം, എടാ വിക്രം, എന്നാലും അവൻ എന്തിനാണ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുക ആ മനോഹറിനെ? എന്ത് കാര്യത്തിന് വേണ്ടിയായിരിക്കും? ഇനി അവനെ വെറുതെ വിടാനാണോ? എല്ലൊന്നും മനസ്സിലാവുന്നില്ലല്ലോടാ. എൻ്റെ പൊന്നു ചേട്ടാ, അവനെയൊന്നും വെറുതെ വിടാനായിട്ട് പോകുന്നില്ല. എന്തെങ്കിലും കേസ് അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ആയിരിക്കും അവർ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതേ വേറൊരു പോലീസുകാരൻ മരിക്കണം. എടാ വിക്രം, നീയൊക്കെ ഒരു സംഭവം അറിഞ്ഞായിരുന്നോടാ? എന്ത് സാറന്മാരെ? അതെ, വേറൊന്നുമല്ല,
ആ ഗംഗാപ്രസാദിന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തി. ഗംഗാപ്രസാദിന്റെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തിയോ? ആരാണ് സാറേ അവര് എന്നിങ്ങനെ ചോദിക്കാണ്. അതാരാണെന്ന് കേട്ട് കഴിഞ്ഞാലേ നീയൊക്കെ ഞെട്ടും. അതേപോലുള്ള സംഭവങ്ങളാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ തന്നെയായിരുന്നു. ആരാണ് സാറേ? അറിയാനുള്ള ആകാംക്ഷ കൊണ്ടേ ചോദിക്കുന്നത്. ആരാ സാറേ എന്ന് ചോദിക്കുമ്പോ വേറെ ആരുമല്ല, ഇവിടെ നിന്ന് ഒരുത്തനെ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നോ എന്തൊക്കെ ചോദ്യങ്ങളെല്ലാം ചോദിക്കാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ മനോഹർ ആ ഗംഗാപ്രസാദിന്റെ തലയ്ക്ക് കമ്പിപ്പാര വെച്ചടിച്ച് അവനെ കൊന്നത് എന്ന് പറയാ. ഇത് കേട്ട വിക്രമാകെ ഞെട്ടിപ്പോവാണ്. ഗംഗേട്ടനെ കൊന്നത് മനോഹറാണെന്നോ? അതേടാ, മനോഹർ തന്നെയാണ് സാറേ. എന്തൊക്കെയാ സാറേ പറയുന്നത്? അയ്യോ, അങ്ങനെ മനോഹറിന് അവനെ കൊല്ലാനെന്നുള്ളൊരു ഇതൊന്നുമില്ല, ത്രാണിയൊന്നുമില്ല സാറേ. നീ എന്താടാ അങ്ങനെ കിടന്ന് പറയുന്നത്? അതേ സാറേ, എന്നാലും ഗംഗേട്ടൻ മരിക്കേണ്ട ആളല്ലായിരുന്നു. എന്താടാ, ഗംഗേട്ടൻ മരിക്കേണ്ട ആളല്ലായിരുന്നോ? എന്താ അവൻ്റെ എല്ലാ തെറ്റുകൾക്കും നീ കൂട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണം. അയ്യോ സാറേ, പൊന്നു സാറേ, അങ്ങനെയൊന്നും അല്ല സാറേ. പക്ഷേ ഗംഗേട്ടൻ തിരിച്ചിങ്ങോട്ട് വരേണ്ടതായിരുന്നു. ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനായിട്ട് ഗംഗേട്ടന് സാധിക്കുമായിരുന്നു. ആ മനോഹർ എങ്ങനെയാ സാറേ അവനെ കൊന്നതെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ വിശദമായിട്ട് പറയാടാ. ഏതായാലും ആ കല്യാണപ്പന്തലിൽ കയറി ഗംഗാപ്രസാദിനെ അടിച്ചു കൊന്നത് ഈ മനോഹർ തന്നെയാണ്. അവൻ്റെ വിരലടയാളം ആ കമ്പിപ്പാറയിൽ നന്നായിട്ട് തന്നെ പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന് വീണ്ടും ശിക്ഷ കിട്ടാൻ തന്നെയാണ് പോകുന്നത് എന്ന് പറയാണ്. ഈ മനോഹറിനെ തൂക്കിക്കൊല്ലോ എന്നൊക്കെ ചോദിക്കണം. എന്താടാ, അവനെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയാണോ നിനക്ക് ഇത്ര ധൃതി എന്ന് ചോദിക്കുമ്പോൾ, അല്ല, ഗംഗാപ്രസാദിനെ പോലെ ഒരാളെ കൊന്നതാണല്ലോ. എടാ, ഗംഗാപ്രസാദിനെ കൊന്നെന്ന് വിചാരിച്ച് അവനെ തൂക്ക് കയറൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ ഗംഗാപ്രസാദ് ആരായിരുന്നു? കൊലവിളിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നില്ലേ? പോലീസിന് പിടികിട്ടാപ്പുള്ളി എന്നും കൂടി ഒരു പേരുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഗംഗാപ്രസാദിനെ കൊന്നു വിചാരിച്ച് അവനെ ആരും തൂക്കിക്കൊല്ലാനായിട്ട് പോകുന്നില്ല. പിന്നെ കുറേ നാളെ ജയിലിൽ കിടക്കണം. കുറ്റം തന്നെയാണല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ പോലീസുകാരൻ അവിടെ നിന്ന് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ ആകെ തകർന്നു പോയൊരവസ്ഥ. അപ്പോൾ ഇയാളിങ്ങനെ സംസാരിക്കും, വേറൊരു ജയിൽ പുള്ളി ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നാലും മനോഹർ അങ്ങനെ ചെയ്തല്ലോ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയായി പോയല്ലോ. എന്നാലും എൻ്റെ ഗംഗേട്ടനെ അവൻ തന്നെ കൊന്നല്ലോ ആ മനോഹർ. എന്നാലും അത് വേണ്ടായിരുന്നത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണല്ലോ. എൻ്റെ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഇനി നമ്മുടെ ശത്രുക്കളെയെല്ലാം ആരെ അവസാനിപ്പിക്കും? ഇനി ഏതായാലും ഞാൻ പുറത്തിറങ്ങണം, എന്നാൽ മാത്രമേ നമ്മുടെ ശത്രുക്കളെല്ലാവരെയും അവസാനിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ ഗംഗേട്ടാ എന്നൊക്കെ വിക്രം ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരൺ. അപ്പോൾ കിരൺ ആണെങ്കിൽ ന്യൂസ് വെക്കുക. അപ്പോൾ കല്യാണി വരുന്നുണ്ട്. കല്യാണി വന്ന് കിരണിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ന്യൂസ് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ന്യൂസ് കുറച്ച് കാര്യങ്ങളെല്ലാം കാണിക്കുകയാണ്. അതിന് ശേഷം പറയാണ്, ഇപ്പോൾ മറ്റൊരു വാർത്ത കിട്ടിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഈ ഗംഗാപ്രസാദിന്റെ കാമുകി സ്റ്റെഫി ജയിൽ ചാടി എന്നുള്ളൊരു വാർത്തയാണ് അവിടെ കേൾക്കുന്നത്. ഇത് കേട്ട കിരൺ ഞെട്ടിപ്പോവാണ്. അപ്പോൾ കല്യാണിയും ആകെ വിറച്ച് നിൽക്കുക. അപ്പോൾ ശാന്തേശി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താ കിരണട്ടെ കേൾക്കുന്നത്? അപ്പോൾ അവിടെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിദഗ്ധമായി ഇരുട്ടത്താണ് ഈ സ്റ്റെഫി എന്ന് പറഞ്ഞ ആ സ്ത്രീ ജയിൽ ചാടി എന്നുള്ളൊരു വാർത്ത വിശദമായിട്ട് തന്നെ അവിടെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണ് വിശ്വസിക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ കിരൺ അവിടെ TV നിർത്തി വെക്കുകയാണ്. കിരണേട്ടാ, ഇത് വല്ലാത്തൊരു ഇതായി പോയല്ലേ കിരണേട്ടാ, ഇനി എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ കിരണേട്ടാ. അപ്പോഴേക്കും ശാന്തേച്ചിയാണെങ്കിൽ, ദൈവമേ, എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്? മോളെ നന്നായിട്ട് ശ്രദ്ധിച്ചോളണോട്ടോ സാറേ, അല്ലെങ്കിൽ കല്യാണി മോൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകും. ശാന്തേച്ചി പേടിക്കണ്ട ശാന്തേച്ചി, ആരും കല്യാണി ഒന്നും ചെയ്യാനായിട്ട് ഇനി പോകുന്നില്ല. കല്യാണി പുറത്തിറങ്ങുന്നില്ലല്ലോ, ഞാനല്ലേ. പിന്നെ ഗംഗാപ്രസാദിനെ പോലൊരുത്തനവരെ പോലും ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെയാണ് ഈ സ്റ്റെഫിയെ. പക്ഷേ കിരണേട്ട, ഇതങ്ങനെ നിസ്സാരമായിട്ട് കരുതണ്ട കിരണേട്ട. കാരണം ഗംഗാപ്രസാദിൻ്റെ വലം കൈയാണ് ഈ സ്റ്റെഫിക്കും പല ബന്ധങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവള് എന്തിനും പുറപ്പെടാത്തൊരു സ്ത്രീ തന്നെയാണ്. ഗംഗാപ്രസാദിനേക്കാളും ഇരട്ടി ധൈര്യമാണ് അവൾക്കുള്ളത്. അതുകൊണ്ടാണല്ലോ അവൾ ജയിൽ ചാടാനുള്ള ബുദ്ധി കാണിച്ചത്. കല്യാണി, ആ കാര്യം പറഞ്ഞൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എന്നാലും അവൾ നമ്മളുടെ മുന്നിലൊന്നും വരാനായിട്ട് പോകുന്നില്ല. അവൾ ചിലപ്പോൾ കൊട്ടേഷനൊക്കെ ഇറക്കുമായിരിക്കും. അങ്ങനെ പല സ്ഥലത്തും അവൾക്ക് കുറേ ബന്ധങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പം സത്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയല്ലേ. മനോഹറാണ്
ഗംഗാപ്രസാദിനെ തലക്കടിച്ച് കൊന്നുള്ള വിവരം അവൾ അറിഞ്ഞ് ഇനി മനോഹറിന് എന്തെങ്കിലും ആപത്തുണ്ടാവുമെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയണം. എനിക്കേതായാലും മനോഹറിനൊന്ന് കാണാനായിട്ട് പോകണം, ഞാൻ സ്റ്റേഷനിലേക്ക് ഒന്ന് ചെല്ലട്ടെ എന്ന് കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. ശരി കിരണേട്ടാ, സൂക്ഷിക്കണോട്ടെ കിരണേട്ടാ, എനിക്കൊക്കെ പേടി തോന്നുന്നു. കല്യാണി നീ ടെൻഷൻ ആവാതിരിക്കുക കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണിയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കിരൺ ആണെങ്കിൽ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. CIയെ കാണുകയാണ്. ആ കിരണോ വാ കിരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിരൺ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആ സ്റ്റെഫി ജയിൽ ചാടിയ കാര്യം അറിഞ്ഞു സാറേ. അത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ തീരുമാനിച്ചത് സാറേ. സാറേ ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണല്ലോ സാറേ. എന്താ കിരണേ, ഇനി സ്റ്റെഫിയെയും തല്ലിക്കൊന്ന് കാട്ടിൽ വല്ലതും കൊണ്ടുവന്ന് ഇടാനുള്ള പ്ലാൻ ഉണ്ടോ? അയ്യോ സാറേ, എന്താ സാറേ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല, ഈ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ആ രാഹുല് കാട്ടിൽ മരണപ്പെട്ട നിലയിലായിരുന്നല്ലോ. മൃഗങ്ങളെല്ലാം കടിച്ചു കീറി എന്ന നിലയിലായിരുന്നു. പക്ഷേ ഈ രാഹുലിൻ്റെ കേസിൻ്റെ പിന്നാലെ ആരും പോയിട്ടില്ല. ഒരു അന്വേഷണം നടത്തണമൊന്നും ആരും പരാതിയും പറഞ്ഞ് വന്നിട്ടുമില്ല. അങ്ങനെ പരാതി പറഞ്ഞ് വന്നിരുന്നെങ്കിൽ കിരണേ അത് വലിയൊരു ഭാരമായി തീർന്നാനായിരുന്നു. ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചിലവരൊക്കെ അറസ്റ്റ് ആകേണ്ടി വന്നാനായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം തന്നെ കണ്ടില്ലേ, ഗംഗാപ്രസാദിനെ കൊന്നത് മനോഹറായിട്ട് മാറിയിരിക്കുകയാണല്ലോ. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് സാറേ. എനിക്ക് മനസ്സിലായി സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം. സാറേ ഇവരെല്ലാം ശത്രുക്കളാണ് സാറേ. ഈ രാഹുൽ എന്ന് പറഞ്ഞ എൻ്റെ അമ്മാവൻ എന്തെല്ലാം ക്രൂരതകളാണ് ചെയ്തു കൂട്ടിയത് സാറിന് വല്ല നിശ്ചയമുണ്ടോ? അതേപോലെ തന്നെയാണ് ഗംഗാപ്രസാദും. അവനും സ്വന്തം പെങ്ങളെ പോലും കൊല്ലാൻ വേണ്ടി മടിക്കാത്തവനായിരുന്നു സ്വത്തിന് വേണ്ടി. പിന്നെ വേറൊരാളുണ്ട്, ജയിലിൽ കിടക്കുന്ന വിക്രം, അതെൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ്. അവനും ഇതേപോലെ തന്നെ പെങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെ ഒരുമിട്ടിറങ്ങി നടക്കുന്നവനാ. അവനുമെല്ലാം പരോള് കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവൻ ഈ പ്രവൃത്തികൾ തന്നെ ചെയ്യും സാറേ. അതിൽ യാതൊരു സംശയമില്ലോ. എൻ്റെ പൊന്നു കിരണേ, ഈ സ്റ്റേഷനിൽ വന്നപ്പോഴേ വിചിത്രമായ കാര്യങ്ങളാണ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ അതാണല്ലോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കിരണേ, താനൊക്കെ സൂക്ഷിക്കണം. ഇപ്പം ആ സ്റ്റെഫി ജയിലിൽ ചാടിയിരിക്കുകയാണല്ലോ. സ്റ്റെഫി ആണെങ്കിൽ ഒട്ടും പേടിയില്ലാത്തൊരു കൂട്ടത്തിലുള്ള ഒരാളാണ്. സ്റ്റെഫി ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഗംഗാപ്രസാദിനെ സ്റ്റെഫി അത്രയും മാത്രം സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗംഗാപ്രസാദാണ് ഇവിടെ മരിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെ തീർത്തവരെല്ലാവരെയും തീർത്തിട്ടേ ഈ സ്റ്റെഫി ഇനി മടങ്ങി പോകുള്ളെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് തന്നെ അവളെ പിടിക്കാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് തന്നെയായിരിക്കും ദോഷമായിട്ട് മാറാനായിട്ട് പോകുന്നതെന്നൊക്കെ ഈ പോലീസുകാരൻ പറയാം. അത് കഴിഞ്ഞപ്പോഴേക്കും സാറേ എനിക്ക് അവളെ പേടിയൊന്നുമില്ല. പക്ഷേ അവളുടെ പിന്നിൽ ആരൊക്കെയാണ് കളിക്കുന്നതെന്ന് കണ്ടെത്തണ്ടേ സാറേ. ഇനി ഏതായാലും മനോഹറിനെ സൂക്ഷിക്കണം സാറേ. മനോഹറിനാണ് കൂടുതൽ ഭീഷണി വരാനായിട്ട് പോകുന്നത്. കാരണം മനോഹറാണ് ഗംഗാപ്രസാദിനെ കൊന്നെന്നുള്ളൊരു സത്യം ഇപ്പോൾ ന്യൂസ് മുഴുവനും നിറഞ്ഞിരിക്കുകയാണല്ലോ സാറേ. അപ്പോൾ അതുകൊണ്ട് മനോഹറിനെ പേടിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറയാം. താനേതായാലും മനോഹറിനെ പോയി കാണുകിരണേ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നേരെ മനോഹറിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മനോഹർ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കിരണിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സാറേ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന സാറേ എന്നാണ് മനോഹർ ആദ്യം ചോദിച്ചത്. ഇല്ല മനോഹറെ, കുഞ്ഞിനെ കൊണ്ടുവന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വന്നത്. താൻ അറിഞ്ഞായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ അറിഞ്ഞു സാറേ. അത് നേരത്തെ തന്നെ അറിഞ്ഞാണ്. സ്റ്റെഫി ജയിലിൽ ചാടിയ കാര്യമല്ലേ സാറേ, അതിനെക്കുറിച്ച് ഓർത്തുന്നെങ്കിൽ എനിക്ക് യാതൊരു പേടിയില്ല. കാരണം ഞാനിവിടെ ലോക്കപ്പിലാണ്, ഞാൻ സേഫാണ്, പോലീസ് പ്രൊട്ടക്ഷനിലിരിക്കുന്ന ആളാണ്. പക്ഷേ സൂക്ഷിക്കേണ്ടത് സാറും കല്യാണിയും കാർത്തിയേച്ചിയുടെ അമ്മയൊക്കെയാണ്. കാരണം ഇവരെയൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സ്റ്റെഫി പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നത്. ഗംഗാപ്രസാദിൻ്റെ ശത്രുക്കൾ ആരായിരുന്നോ അവരെയെല്ലാം തീർക്കാൻ വേണ്ടി തന്നെയാണ് സ്റ്റെഫി ജയിലിൽ ചാടിയത്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലൊരു പെണ്ണല്ല സ്റ്റെഫി. അതുകൊണ്ട് സൂക്ഷിക്കണം സാറേ എന്ന് പറയണം. അവളേക്ക് വീട് എൻ്റെ മനോഹറെ. ഇത്രയും ഗംഭീരമായിട്ട് നടന്ന ഗംഗാപ്രസാദ് എൻ്റെ മുന്നിൽ ആരും അല്ലായിരുന്നു. പിന്നെയാണ് സ്റ്റെഫി. അവളേക്ക് നിഷ്പ്രയാസം എനിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയാണ് സാറേ. വിചാരിക്കുന്ന പോലെയല്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് സാറേ. ആ വിക്രമില്ലേ, അവനും പരോള് കിട്ടാനുള്ള സമയമായി. അവൻ പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരോള് കിട്ടി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശത്രുക്കളെ എല്ലാവരെയും ഞാൻ തീർക്കുമെന്ന്. അതിനുശേഷമേ അവൻ പരലോകത്തേക്ക് പോകുള്ളെന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞ മറുപടി. ആ വിക്രമോ, അവനൊക്കെ എൻ്റെ മുന്നിൽ വേറൊരു നിസാര കളിക്കാരനാ. അവനൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ വീമ്പടി മാത്രമേ ഉള്ളൂ അവന്. എൻ്റെ മുന്നിലൊന്നും അവനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. പക്ഷേ സാറേ, വേറൊന്നുമുണ്ട്. ഇവൻ്റെ പിന്നിലൊക്കെ ആരൊക്കെ കളിച്ചിരിക്കുന്നെന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഒരായുധം മതിയല്ലോ സാറേ, മറഞ്ഞിരുന്ന് വേണമെങ്കിലും ആക്രമിക്കാമല്ലോ സാറേ. അതുകൊണ്ടാണ് സാറേ ഞാൻ പറഞ്ഞത്. എടാ,
പ്രൊട്ടക്ഷന് വേണ്ടി ഈ കാർത്തികയുടെ അമ്മയുടെ കയ്യിലേക്ക് തോക്കുണ്ട്. അവർക്ക് വേണ്ട വിധത്തിൽ അത് പ്രയോഗിക്കാൻ നന്നായിട്ട് തന്നെ അറിയുകയും ചെയ്യാം. അവർ കൃത്യമായിട്ടത് ചെയ്തോളും. പിന്നെ മനോഹറെ, നീയും കൂടുതൽ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് മനോഹറെ എന്ന് പറയുകയാണ്. ഞാനന്ന് കൊച്ചിനെ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. സരയുവിൻ്റെ കയ്യിലാണല്ലോ, സരയു അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരവുമില്ല. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളവിടെ വഴി ഒരുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഏതായാലും ഇറങ്ങുവാണ് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും മനോഹരനാണെങ്കിൽ പല ചിന്തകളും മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി വരിക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ ഗെറ്റ് ബൈ.